വെള്ളിത്തിരയിൽ നിന്ന് തമിഴകത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള നടൻ വിജയുടെ രാഷ്ട്രീയ യാത്രയിൽ നാടകീയമായ വഴിത്തിരിവ്. ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള വിജയുടെ തമിഴക വെട്രി കഴകത്തിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയേകി IUML-ഉം അതുപോലെ തന്നെ TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും പിന്തുണ പിൻവലിച്ചു. ഇതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള വിജയുടെ മൂന്നാം ശ്രമവും അനിശ്ചിതത്വത്തിലായി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടിയ IUML-ഉം MMMK-യും TVK-യെ പിന്തുണയ്ക്കില്ലെന്ന് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വ്യക്തമാക്കിയത്. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. നിലവിൽ 108 സീറ്റുകളുള്ള വിജയ്ക്ക് 10 പേരുടെ പിന്തുണ കൂടി ആവശ്യമാണ്. ഇതിനിടെ ഗവർണർ RV ആർലേക്കർ കർശന നിലപാട് സ്വീകരിച്ചതും വിജയ്ക്ക് തിരിച്ചടിയായി. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന വിജയുടെ വാദം തള്ളിയ ഗവർണർ പിന്തുണയ്ക്കുന്ന 118 MLA-മാരുടെ കത്തുകൾ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് തോൾ തിരുമാളവൻ നയിക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷിയെയാണ്. VCK-യുടെ 2 MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ വിജയും തിരുമാളവനും ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. DMK വിട്ട് വിജയ്ക്കൊപ്പം ചേരുന്ന കാര്യത്തിൽ VCK ഇതുവരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇടതു പാർട്ടിയായ CPI-യും CPM-ഉം സർക്കാരിൽ പങ്കാളികളാകാൻ സമ്മതം മൂളിയെങ്കിലും തിരുമാളവൻ ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന. നേരത്തെ വിജയ്ക്കൊപ്പം ചേരുന്നതിനെക്കുറിച്ച് VCK-യും ഇടതുപക്ഷവും ബുധനാഴ്ച മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു. സഖ്യം മാറുന്നതിൽ എതിർപ്പില്ലെന്നും സ്വന്തം താൽപര്യപ്രകാരം തീരുമാനമെടുക്കാമെന്നും സ്റ്റാലിൻ പച്ചക്കൊടി കാണിച്ചതോടെയാണ് TVK ചർച്ചകൾ സജീവമാക്കിയത്. കോൺഗ്രസിന്റെ 5 സീറ്റും ഇടതുപക്ഷത്തിന്റെ 4 സീറ്റും VCK-യുടെ 2 സീറ്റും ചേർന്നാൽ വിജയ്ക്ക് 118 പേരുടെ പിന്തുണ ലഭിക്കുമായിരുന്നു. എന്നാൽ അവസാന നിമിഷം IUML-ഉം AMK-യും പിന്മാറിയതും VCK-യുടെ ഇരട്ടത്താപ്പും വിജയെ പ്രതിസന്ധിയിലാക്കി. തിങ്കളാഴ്ച നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കും. അതിനുള്ളിൽ പുതിയ സർക്കാർ അധികാരമേറ്റില്ലെങ്കിൽ സംസ്ഥാനം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ടി വരും. വിജയത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന വിജയ്ക്ക് ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. അതിനാൽ ഇന്നത്തെ ചർച്ചകൾ താരത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. അതേസമയം പുതുച്ചേരിയിലെ റിസോർട്ടിൽ താമസിപ്പിച്ചിരുന്ന 30ഓളം AIADMK MLA-മാർ ചെന്നൈയിൽ തിരിച്ചെത്തി. എടപ്പാളി K പളനിസ്വാമിയുടെ വസതിയിലെത്തിയ ഇവർ പാർട്ടി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിന്റെ 5 സീറ്റും ഇടതുപക്ഷത്തിന്റെ 4 സീറ്റും VCK-യുടെ 2 സീറ്റും ചേർന്നാൽ വിജയ്ക്ക് 118 പേരുടെ പിന്തുണ ലഭിക്കുമായിരുന്നു. എന്നാൽ അവസാന നിമിഷം IUML-ഉം AMK-യും പിന്മാറിയതും VCK-യുടെ ഇരട്ടത്താപ്പും വിജയെ പ്രതിസന്ധിയിലാക്കി.